രാജ്യം ഏറെ ആകാംക്ഷയോടെ കാത്തിരിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നലെയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യയെ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിധം വലിയ വലിയ ഇൻസൈറ്റുകളുള്ള ആ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്നാൽ അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടത് കേരളത്തിലെ ഫലമാണ്. 18-1 എന്ന നിലയിൽ കേരളത്തിലെ വിവിധ സീറ്റുകളിലെ നില നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ NDAക്ക് കിട്ടിയ സീറ്റ് BJP സുരേഷ് ഗോപിയിലൂടെ താമര ചിഹ്നത്തിൽ അക്കൗണ്ട് തുറന്നതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻസൈറ്റ് ആണ്. എന്നാൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ എങ്ങനെയാണ് കാണേണ്ടത്? പ്രത്യേകിച്ച് കേരളത്തിന്റെ വർത്തമാനകാല സാഹചര്യങ്ങളെ, സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ഏതൊക്കെ വിധമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉൾക്കൊണ്ടിട്ടുള്ളത്? ആ ജനവിധിയിൽ നിന്ന് എന്താണ് ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കേണ്ടത്? ഈ വിഷയമാണ് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൂടെ ഉള്ളത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളുവാതുക്കൽ, ഒപ്പം ശ്രീ റോണി അഗസ്റ്റിൻ. രണ്ടുപേർക്കും ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദ ഫയർ റൂമിലേക്ക് സ്വാഗതം. ശ്രീ റോണി, നമ്മൾ ഈ ഇലക്ഷന്റെ റിസൾട്ട് ഇന്നലെ പ്രഖ്യാപിച്ചു. രാജ്യം വലിയ 400+ നരേന്ദ്രമോദി NDA ലഭിക്കുമെന്നൊക്കെ പറഞ്ഞിടത്തു നിന്ന് നമ്മൾ കണ്ടതാണ് ഏത് നിലയിലേക്കാണ് റിസൾട്ട് പോയിരിക്കുന്നത്. അതൊരു നാഷണൽ പെർസ്പെക്റ്റീവാണ്. പക്ഷെ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, മുൻപെങ്ങും കാണാത്ത വിധം വോട്ടിംഗ് പാറ്റേണിൽ, വോട്ട് ഷെയറിലൊക്കെ വലിയ ഷിഫ്റ്റ് നമ്മൾ കാണുകയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകളൊക്കെ മുമ്പ് സ്ഥിരമായി പൊക്കൊണ്ടിരുന്ന പോക്കറ്റുകളിൽ നിന്ന്, ബക്കറ്റിൽ നിന്ന്, പെട്ടിയിൽ നിന്നൊക്കെ അത് അങ്ങ് ചലിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഇലക്ഷന് പ്രത്യേകിച്ച് 18-1 എന്ന് പറയുമ്പോൾ BJP മുമ്പെങ്ങും ഇല്ലാത്ത വിധം ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തുകയും അത് കേവലം ഒരു ഭൂരിപക്ഷ വിജയമൊന്നുമല്ല, 75,000 എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സക്സസിലേക്ക് അവർ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തോട് എന്താണ്, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ഈ ഇലക്ഷനിൽ ഈ രാഷ്ട്രീയ നേതൃത്വത്തോട് എന്താണ് പറയുന്നത് എന്നാണ് നമുക്ക് അത് വായിച്ചെടുക്കാൻ പറ്റുന്നത്? അതില് എനിക്ക് ശരിക്കും പറയാനുള്ളത്, ക്രൈസ്തവ നേതൃത്വം വായിച്ചെടുക്കുന്നതിലുപരി കേരളത്തിലെ മുന്നണികൾ തീർച്ചയായും ക്രൈസ്തവ ലോകത്തെ എങ്ങനെ വായിച്ചെടുക്കണം എന്നുള്ളതും കൂടിയാണ് ഒരു മെസ്സേജാണ് പോയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലിപ്പം കേരളത്തിലെ ഒരു അക്കൗണ്ടാണ് BJP തുറന്നിട്ടുള്ള, ആദ്യമായിട്ട് തന്നെ തുറന്നത് തൃശ്ശൂരാണ് എന്ന് കരുതി തൃശ്ശൂർ മാത്രമാണ് ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ ബാക്കി ക്രൈസ്തവ വോട്ടുകൾക്കൊന്നും മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നുള്ള ചിന്താഗതിയിൽ ഓൾ കേരള തലത്തിൽ ക്രൈസ്തവ വോട്ടുകൾ മുമ്പുണ്ടായിരുന്ന സ്ഥിരമായിട്ടുള്ള പെട്ടിയിൽ നിന്നൊക്കെ മാറിപ്പോയിട്ടുണ്ട്. സത്യാവസ്ഥയാണത്. അതിൽ ഒത്തിരി കാരണങ്ങളുണ്ട്. നിരവധിയായ ക്രൈസ്തവ വിഷയങ്ങൾ വന്നപ്പോഴൊക്കെ, ഇപ്പോൾ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ കോൺഗ്രസിനെ ക്രൈസ്തവർ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. പക്ഷെ ആ കോൺഗ്രസിന് ഒരു ക്രൈസ്തവ ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ ക്രൈസ്തവരെ കേൾക്കാനോ അവരുടെ പ്രശ്നങ്ങൾക്ക് ആത്മാർത്ഥമായി ഇടപെടൽ നടത്താനോ കോൺഗ്രസ് നേതൃത്വങ്ങളിൽ ആരും തന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ മുരളീധരൻ എന്തുകൊണ്ടാണ് ഇത്രയും 3ാം സ്ഥാനത്തേക്ക് പോയത്? മുരളീധരൻ പറഞ്ഞത് BJP വോട്ട് ബാങ്കിൽ അക്കൗണ്ടിൽ മാത്രമേ തുടങ്ങുകയുള്ളൂ, താമര കരിഞ്ഞു പോകും, രാവിലെ 7:30 ആകുമ്പോൾ താമര വാടിപ്പോകും എന്നൊക്കെ പറഞ്ഞ മുരളീധരൻ അവിടേക്ക് വരാനുണ്ടായ സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കണം. TN പ്രതാപനെ അവിടുന്ന് അവസാന നിമിഷത്തിൽ മാറ്റേണ്ട സാഹചര്യവും, കാരണം തൃശ്ശൂരില് സെക്കൻഡ് മെജോറിറ്റി ആയിട്ടുള്ള ക്രൈസ്തവരാണ്, തേർഡ് മെജോറിറ്റി അല്ല. അപ്പം അത്രയും വലിയൊരു സെക്കൻഡ് മെജോറിറ്റി ആയിട്ട് ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തില് TN പ്രതാപന്റെ പ്രചാരണങ്ങൾ മൊത്തം ക്രൈസ്തവ വിരുദ്ധ ലൈനിലുള്ള കാര്യങ്ങളാണ്. പറയുമ്പം മതേതരത്വമൊക്കെ പറയുമെങ്കിലും ആളുടെ ഉള്ളില് കൃത്യമായ ഒരു അജണ്ടയോട് കൂടിയിട്ടാണ് പോയിരുന്നത്. അതൊക്കെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ മകന്റെ പേരിട്ടതും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏത് മതത്തോടുള്ള കൂറാണ് എന്നുള്ളതൊക്കെ പറയുന്നു. അപ്പം അത് തൃശ്ശൂർ പോലെയുള്ള കേന്ദ്രങ്ങളിൽ, ക്രൈസ്തവ മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ പറയുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന ക്രൈസ്തവരുണ്ട്, ന്യൂട്രലായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അവരിലൊക്കെ മാറ്റങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവ വോട്ടുകളിൽ കുറേയധികം വോട്ടുകൾ BJPയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി അത് വോട്ട് ഷെയറിന്റെ വിശകലനങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതിന് സഭ ഒന്നടങ്കം ചെയ്തു എന്നുള്ള രീതിയിലൊന്നുമില്ല. പക്ഷെ ന്യൂട്രലായിട്ടുള്ള ആളുകൾ, ക്രൈസ്തവ വിശ്വാസികൾ അതില് ഈ വരുന്ന രീതിയിൽ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ജസ്റ്റിൻ, ഇവിടെ ഇപ്പൊ മുരളീധരനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, അദ്ദേഹം
ഹമാസിന് അനുകൂലമായി പ്രസ്താവന എടുക്കുന്ന ഒരാളാണ്. ഹമാസ് നടത്തിയത് ഒക്ടോബറിൽ നടത്തിയ ഇസ്രായേലിനെതിരെ നടത്തിയ തീവ്രവാദ ആക്രമണത്തെ, ഭീകരാക്രമണത്തെ അത് ആക്രമണമായിട്ട് പോലും കണക്കാക്കേണ്ടതില്ല, ചെറുത്തുനിൽപ്പാണെന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം അവിടെ പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും മാത്രമല്ല അദ്ദേഹം 80s-20 ഉൾപ്പെടെ പല വിഷയങ്ങളിലും ക്രൈസ്തവ സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് പലപ്പോഴും എതിരെ സംസാരിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ അദ്ദേഹം സ്വപ്നം കണ്ടിരിക്കുന്ന മണ്ഡലത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് യോജിച്ച വിധമാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ. അതിൽ നമുക്ക് അതിശയോക്തിയൊന്നുമില്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അവിടെ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് മുമ്പിലുണ്ട്. പക്ഷേ കേരളത്തിലെ 18 സീറ്റിലും UDF ജയിച്ചിട്ടുണ്ട് എന്ന് റോണി ഇവിടെ പറയാൻ ശ്രമിച്ചത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട സീറ്റിനെ കുറിച്ച് മാത്രം. പക്ഷെ ബാക്കി 18 സ്ഥലത്തും കോൺഗ്രസ് ജയിക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് ഞാൻ ചോദിക്കാൻ ശ്രമിക്കുന്നത്, ജയത്തിനപ്പുറത്തേക്ക് പലയിടങ്ങളിലും മുമ്പെങ്ങും ഇല്ലാത്ത പല ആളുകൾക്കും ഒരു സ്പേസ്, 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഒക്കെ അവർ എത്തുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് കൃത്യമായി പറയുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും BJP 3ാം സ്ഥാനത്ത്, 2ാം സ്ഥാനം വളരെ ചെറിയ വ്യത്യാസത്തിലൊക്കെ വരുന്നു. അപ്പോൾ മൊത്തത്തിൽ ക്രൈസ്തവരുടെ വോട്ടുകൾ കോൺഗ്രസിന്റെ ടിപ്പിക്കൽ വോട്ട് ബാങ്കിൽ നിന്ന് മറ്റു പാർട്ടിയിലേക്ക് പോയി എന്നതാണോ? ജയപരാജയങ്ങൾക്ക് അപ്പുറത്ത് വോട്ട് പെർസെൻറ്റേജിന്റെ കണക്കിലാണോ ഈ തരത്തിൽ ഒരു ചേഞ്ച് കോൺഗ്രസിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹം എന്നും കോൺഗ്രസിനോട് ചാരി നിന്നൊരു വിഭാഗം തന്നെയാണ്. പക്ഷെ അടുത്ത കാലഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ അടുത്ത കാലഘട്ടമല്ലല്ലോ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ അടുത്ത കാലത്ത് നമ്മൾ മനസ്സിലാക്കിയ അടുത്ത കാലത്ത് നമ്മൾ മനസ്സിലാക്കിയ കോൺഗ്രസിന്റെ അത് തന്നെ വളരെ വൈകി മനസ്സിലാക്കിയ അല്ലേ ആ കോൺഗ്രസിന്റെ ആ ഒരു പ്രീണനം, ന്യൂനപക്ഷ മതപ്രീണനം ഒരു പരിധി വരെ അവരുടെ നിലപാടുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരോടുള്ള ഒരു എതിർ മനോഭാവം സമൂഹത്തിന്റെ മുമ്പില് എത്താൻ കാരണമായിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇപ്പൊ മുരളീധരന്റെ കാര്യം പറഞ്ഞു. കെ മുരളീധരൻ നല്ലൊരു നേതാവൊക്കെ തന്നെയാണ്. പക്ഷെ അദ്ദേഹം വടകരയിൽ പോയി നിൽക്കുമ്പോഴാണ് ഇപ്പൊ നിതിൻ പറഞ്ഞ പ്രസ്താവനയൊക്കെ പറഞ്ഞത്. വടകരയിലെ സ്ഥാനാർത്ഥിയാണ് അവിടുത്തെ ന്യൂനപക്ഷ വോട്ടിനെ ഒരു രീതിയിലും വിള്ളലുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഈ കേരള സമൂഹത്തിലെ മുഴുവൻ ക്രൈസ്തവരെയും അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെയും തള്ളിക്കൊണ്ട് അദ്ദേഹം ഹമാസ് അവിടെ ഒരു സംഭവം നടന്നിട്ട് പോലും ഇല്ല എന്ന രീതിയിൽ പ്രസ്താവന പോലും നടത്തിയത്. മുരളീധരൻ ഇവിടെ 3ാം സ്ഥാനത്ത് എത്തുമ്പോൾ തന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തുത, നിതിൻ ഇപ്പൊ പറഞ്ഞു, ബാക്കി 17 സ്ഥലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. അതും ജയിച്ചിരിക്കുന്ന ഒരു സ്ഥലം ഒഴികെ ബാക്കി എല്ലായിടത്തും മൃഗീയ ഭൂരിപക്ഷം, നല്ല ഭൂരിപക്ഷമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ഈ ഇത്രയും വലിയ ഒരു സിറ്റുവേഷനും ഇതുപോലുള്ള സിറ്റുവേഷനും ബാക്ക്ഗ്രൗണ്ടൊക്കെ നിൽക്കുമ്പോഴും ഇവിടെ ഒരു അപകടകരമായ ഒരു ഒത്തുചേരല്, കൂടിച്ചേരല് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ പറഞ്ഞതിൽ അതുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ ഈ അപകടകരമായ കൂടിച്ചേരൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിൽ നല്ലൊരു വിഭാഗം മാറി ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. അത് സുരേഷ് ഗോപിയുടെ വിജയം മാത്രമല്ല. ഇപ്പൊ ആറ്റിങ്ങിൽ 3 ലക്ഷത്തിലധികം വോട്ട് പിടിച്ചു പുള്ളി. അത് പാലക്കാടാണേലും തൃശ്ശൂരാണേലും എല്ലായിടത്തും ഉണ്ട്. അതിനകത്ത് വലിയ വ്യത്യാസം കാണാത്ത എറണാകുളം മാത്രമാണ്. ബാക്കി എല്ലായിടത്തും ഒരു നേരിയ മാർജിനിലെങ്കിലും വോട്ട് ഷെയർ ഈ പറയുന്ന BJP കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ പുറകില് ഇത് പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ്. ഇപ്പൊ കോൺഗ്രസിന് ഇത് അപകടം മനസ്സിലാവില്ല. അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലും ചിലപ്പോൾ മനസ്സിലാകുന്ന വരില്ല. പക്ഷെ അസംബ്ലി ഇലക്ഷനിൽ ഈ ആഘോഷിക്കാൻ പോയതിന്റെ മുഴുവൻ സാധനവും തിരിച്ചടിക്കും. യാതൊരു തർക്കവുമില്ല. കാരണം അടിസ്ഥാനപരമായി ജനം കോൺഗ്രസിൽ നിന്ന് അകന്നു. ഇത് ദേശീയ തലത്തിൽ പോലും ആ മോഡിയുടെ ചില പ്രസംഗങ്ങളും തീവ്രവാദ നിലപാടുകളും, ഞാൻ ബയോളജിക്കൽ ബർത്ത് അല്ല താൻ ദൈവമാണ് എന്നുള്ളൊരു ചിന്തയിൽ നടത്തിയ പ്രസ്താവനകളും ഒക്കെയാണ് അവസാന നിമിഷമെങ്കിലും ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കാൻ കാരണമായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ പറയുമ്പോൾ പോലും, അതായത് BJPയിലേക്കൊക്കെ വോട്ട് പോയി എന്ന് നമ്മൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒക്കെ ഒരു വോട്ട് പോയി, അല്ലെങ്കിൽ ഹിന്ദുത്വത്തിലെ CPM-നോട്, ഹിന്ദു വിഭാഗത്തിലെ CPM-നോടും കോൺഗ്രസിനോടും ചേർന്ന് ഒരു വിഭാഗമൊക്കെ മാറി കുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ഇപ്പോഴേ ഒരു പരിധിവരെ കഴിഞ്ഞ 2019 ഇലക്ഷനിൽ നിന്നും വലിയ കുറവില്ലാതെ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം കുറയാതെ നിലനിർത്തുന്നതിൽ വേറൊരു വർഗീയ ധ്രുവീകരണം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് അപകടമാണ്.
തീർച്ചയായിട്ടും ഞാൻ ഒന്നുകൂടി അതിന് കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പൊ അത് പറഞ്ഞ ഞാൻ വ്യക്തമായിട്ട് പറയാം, ഒരു മുസ്ലിം ഏകീകരണം, വോട്ട് ഏകീകരണം കോൺഗ്രസിന് കൃത്യമായി വന്നിട്ടുണ്ട്. അത് പക്ഷെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 19-18 സീറ്റിലും ജയിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്നവർ ചിലപ്പോൾ ചിരിക്കും, പുച്ഛിച്ചു തള്ളും. അവർ ജയിച്ചു നിൽക്കുന്ന പാർട്ടിയല്ലേ. പക്ഷേ നേരത്തെ ജസ്റ്റിൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷൻ, അടുത്ത ഇതേ ആറ്റിറ്റ്യൂഡാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിയമസഭാ ഇലക്ഷനിൽ അടിപതറും. ഒരു കാര്യവും കൂടി, കോൺഗ്രസ് പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സുകളൊക്കെ ഭയങ്കരമായിട്ട് നടത്തി, അതിന്റെ വോട്ട് ബാങ്ക് അല്ലെ വോട്ട് ഏകീകരണം നടന്നിട്ടുണ്ടാവാം. പക്ഷേ ഹമാസിനെതിരെ ഇന്ത്യയിൽ ശബ്ദമുയർത്തിയ ഒരു നേതാവാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രശേഖറുമായിട്ട് ടൈറ്റ് മത്സരം ഉണ്ടെങ്കിൽ പോലും ഹൈന്ദവ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും. മാത്രമല്ല ഇലക്ഷന്റെ ലാസ്റ്റ് സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എഡ്ജ് കിട്ടിയ 3 മണ്ഡലങ്ങൾ നെയ്യാറ്റിൻകര ഉൾപ്പെടെ കോവളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, അവിടെയൊക്കെ ക്രിസ്ത്യൻ കളതോര മേഖലയിലുള്ള വലിയ വോട്ട് പേഴ്സൻറ്റേജ് അദ്ദേഹത്തിന് കയറുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം പരാജയപ്പെടാനുള്ള സാധ്യത പോലും ഉണ്ടായിരുന്നു. ഇവിടെ എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ കോൺഗ്രസ് എന്ന ഒരു ഒറ്റ പാർട്ടിയിലേക്ക് ചർച്ച നമുക്ക് വരിതിരിച്ചു വരേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. LDF-ലേക്ക് തന്നെ വരിച്ചു വരാം. ഹമാസ് റാലി നടത്തിയത് കോൺഗ്രസ് മാത്രമല്ലല്ലോ. ഹമാസിന് അനുകൂലമായ റാലികൾ നിരന്തരം നടത്തുകയും ആശയം നെഞ്ചേറ്റിലേറ്റുകയും ചെയ്യുന്ന LDF തന്നെയാണ്. മാത്രമായിട്ടും ഉറപ്പായിട്ടും മഹാസമ്മേളനം നടത്തുന്നു, പ്രസ്താവനകൾ നടക്കുന്നു, അത് വലിയ ക്യാമ്പയിൻ ആകുന്നു, DYFI ഏറ്റെടുക്കുന്നു, SFI ഏറ്റെടുക്കുന്നു, ക്യാമ്പസുകളിൽ ചർച്ചയാവുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ BJP-യിൽ LDF-ൽ നിന്നും ധാരാളം വോട്ടുകൾ, LDF-ന്റെ കോറായ വോട്ടുകൾ പോലും ഈ ഇലക്ഷനിൽ, പ്രത്യേകിച്ച് LDF-നുള്ളിൽ തന്നെയുള്ള ഹൈന്ദവ വോട്ടുകൾ ഒത്തിരി BJP-യിലേക്ക് പോയിട്ടുണ്ട് ഈ ഇലക്ഷനിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയേണ്ടി വരും. റൈറ്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈ ഇലക്ഷനെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് കേരളത്തിലെ ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള, ജസ്റ്റിനെ പോലുള്ള നേതാക്കൾ പലവട്ടം ആവശ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ് JB കോശി കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ അടുത്തൊരു ഫ്യൂച്ചറിനെ കുറച്ചെങ്കിലും സഹായിക്കുന്ന വിധമുള്ള പല റിപ്പോർട്ടുകൾ, അതിനോടൊക്കെ കൈമലർത്തുന്ന നയം, ന്യൂനപക്ഷമായിട്ടുള്ള അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ, അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ സുപ്രീം കോടതി ഉൾപ്പെടെ അപ്പീൽ പോകുന്ന സാഹചര്യം, 80-20 വിഷയം, ഇതിലൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് ജസ്റ്റിൻ അതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്? അതായത് ഒരു കാലഘട്ടത്തിലും ഈ LDF ഗവൺമെന്റ്, LDF മുന്നണി, നമ്മൾ എന്തായാലും ആ കാര്യം ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരാത്തോണ്ട് സാധിച്ചു തരാന്ന് പറയും. പക്ഷെ ഒരു കാരണവശാലും നമുക്ക് വേണ്ടി സാധിച്ചു തരില്ല. അതിന് കാരണം ഒത്തിരി ഉള്ളൂ. ഇതിനെ വളരെ പച്ചയ്ക്ക് പറയാം. SFI ആണ് അവരുടെ ഏറ്റവും ചെറിയ യൂണിറ്റ്, ഏറ്റവും വിദ്യാർത്ഥി സംഘടന. SFI, DYFI, CPM എവിടെ വേണമെങ്കിലും എടുത്തു. ഇതിലേതിലും എല്ലാത്തിലും നേതൃതലങ്ങളിലേക്ക് വന്നിരിക്കുന്നതും അതിനകത്തെല്ലാം ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നതും ഒരു മതവിഭാഗത്തിലെ ആളുകളാണ്. ഒരു കാലഘട്ടം വരെ വിശ്വാസികളാണെങ്കിൽ പ്രസ്ഥാനത്തിന് പുറത്താണ് എന്ന് പറഞ്ഞിരുന്ന, അതിന്റെ പേര് നമുക്കറിയാം, മത്തായി ചാക്കോയെ പോലുള്ള നേതാക്കന്മാരൊക്കെ അനുഭവിച്ച വേദന നമുക്കറിയാം. അങ്ങനെ പറഞ്ഞിരുന്ന പാർട്ടിയുടെ സമ്മേളനം നടക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്ക് വിളി നിർത്തിവെച്ച് പോലും നിൽക്കുന്ന അവസ്ഥയാണ്. അത്രയും ഒരു പ്രീണനാണ് അവിടെ നടക്കുന്നത്. ആ പ്രീണനം ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു അനുഭവം, അതായത് കേന്ദ്ര EW സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ച് നമ്മുടെ ആളുകൾക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഹൗസ് ആൻഡ് കോമ്പൗണ്ട് പറയുന്നത് 2 സെന്റ് 4 സെന്റുമാണ്. ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട്. ആ ഇളവ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല കേരള സർക്കാർ. അത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഇപ്പോൾ ഓർഡർ മേടിച്ചു. 2 മാസം സമയം അവർ മേടിച്ചു ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഇത് ചെയ്തില്ല. ഇവൻ നമുക്ക് കണ്ടംപ്റ്റ് പോകേണ്ട അവസ്ഥ വന്നത്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിംഗ് പെൻഡിങ് ആണ്. ആ അവസ്ഥയിലേക്ക് ക്രൈസ്തവരെ എത്തിക്കും തോറും ഇവരുടെ വിചാരം നമ്മളെല്ലാം വോട്ട് ചെയ്യുന്നതാണോ? ഒരു കാരണവശാലും എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ 80-20 വിഷയത്തിൽ ഇപ്പോഴും അവർ തയ്യാറല്ല. അപ്പീലൊന്ന് പിൻവലിച്ച് അവർ പോരാൻ വേണ്ടി ബാക്കിയുള്ളൊരു കേസ് നടത്തിക്കോട്ടെ. സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ കൂടെ നീതിക്ക് വേണ്ടി നിൽക്കേണ്ട സർക്കാർ നിൽക്കുന്നില്ല. ഇനി അതോടൊപ്പം ഏത് മേഖല എടുത്തു, ഒരു സ്ഥലത്തും ഇപ്പൊ ന്യൂജൻ കോഴ്സുകൾ ധാരാളം, പിള്ളേരെല്ലാം അതിന്റെ പുറകെയാണ് ഓടുന്നത്. ആ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസത്തിന് പുറത്തേക്ക് പോകുന്നത്. ആ കോഴ്സുകൾ ഏതെങ്കിലും ഒരെണ്ണം ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകൾക്ക് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ. ആ സമയം മറ്റു പല സ്ഥാപനങ്ങളും കൊടുക്കുന്നുണ്ട്. ഒറ്റ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾക്കില്ല. അതുകൊണ്ട് തെക്കൻ കേരളത്തിൽ നിന്നുള്ള ആളുകളും വിദ്യാർത്ഥികളും മുഴുവൻ ഒന്നെങ്കിൽ യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത്തരത്തിൽ പ്രകടമായ രീതിയിൽ ഒരു വിവേചനം കാണിക്കുന്ന മുന്നണി, ആ മുന്നണിയുടെ കൂടെ ഇത്രയും കാലം കേഡർ വോട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ആ കേഡർ വോട്ടുകളെ പൊളിക്കുന്നതിൽ ഇത്തരത്തിലുള്ള നിലപാടുകളും
അതോടൊപ്പം BJPയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങളും നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഈ ഇലക്ഷൻ ഇത്രയും ഒരു തിരിച്ചടി നേരിട്ടത്. അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞത് ഇത് ലാസ്റ്റ് ആണ്. ഇത് ഇലക്ഷന്റെ സമയത്ത് അതിലൊന്ന് ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. രണ്ടാം പിണറായി സർക്കാർ കയറി തൊട്ടുപുറകെയാണ് പിണറായി വിജയൻ പറഞ്ഞത് ക്രൈസ്തവരുടെ സഹായം ലഭിച്ചിരുന്നു എന്നുള്ളത്. വോട്ട് ലഭിച്ചിരുന്നു, ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ ലഭിച്ചിരുന്നു എന്ന്. അങ്ങനെ തന്നെയാണ് നമ്മുടെ തന്നെ ആവശ്യപ്രകാരം ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തത്. പിന്നീട് പുറത്തുനിന്ന് മറ്റു ചില വിഭാഗങ്ങളുടെ പ്രഷർ വന്നപ്പോൾ അത് ആ വിഭാഗത്തിന് തന്നെ അതിന്റെ വകുപ്പും കൊടുത്തു. ഇപ്പൊ നേരത്തെ ജസ്റ്റിൻ പറഞ്ഞ EWSന്റെ വിഷയം, ഇത് 2022 സെപ്റ്റംബർ 19 കേന്ദ്രത്തിൽ നിന്ന് ഈ നിർദ്ദേശം ക്ലാരിഫിക്കേഷൻ വന്ന ഹൗസ് പ്ലോട്ട് എങ്ങനെ നിർവചിക്കണം എന്നുള്ളത്. ഇതിപ്പോ 2 വർഷം കഴിഞ്ഞു. ഇതുവരെയായിട്ടും അതിനകത്ത് ഒരു ഇഞ്ച് സംസ്ഥാന സർക്കാർ മാറ്റം വരുത്തിയിട്ടില്ല. EWS റിസർവേഷന്റെ കാര്യം, 80:20 വിഷയം, പിന്നെ മറ്റ് ക്രൈസ്തവ വിഷയങ്ങളിൽ ഒന്നും ഒരു അനുകൂല, അതായത് ഭരണത്തിലേറിയപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ ലഭിച്ചു എന്ന് പറഞ്ഞ പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരം പിന്നീട് യാതൊരുവിധ സഹകരണങ്ങളും ലഭിക്കാതെ വന്നപ്പോൾ ഈ ഇലക്ഷനിൽ അത് കുറേയധികം ക്രൈസ്തവരെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ അവർ ചിന്തിച്ച് തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിഗ്രി വിദ്യാഭ്യാസത്തിന് നമ്മുടെ ന്യൂനപക്ഷ കോളേജുകൾക്കുണ്ടല്ലോ, ഈ അവർക്ക് മൈനോറിറ്റി കോട്ടയുണ്ടല്ലോ, ആ മൈനോറിറ്റി കോട്ടയിൽ പോലും വിവേചനമാണ്. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ സ്ഥാപനങ്ങളിൽ മൈനോറിറ്റി കോട്ട 10% നിൽക്കുമ്പോൾ അത് മുസ്ലിം മൈനോറിറ്റിയുടെ മാനേജ്മെന്റ് സ്ഥാപനങ്ങളാണെങ്കിൽ 20% ഇപ്പോഴും. ഇത് ഏത് നാടാ? ഇത് എവിടെയാ നമുക്ക് കാണാൻ പറ്റുന്ന? ഒരു സംസ്ഥാനത്ത് തന്നെ ഒരേ മതവിഭാഗങ്ങൾക്ക്, ഒരേ രീതിയിലുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് 2 നീതി. യെസ്. മറ്റൊരു കാര്യം, ഈ ഇലക്ഷനിൽ ഈ ഇലക്ഷന്റെ ഈ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് പൂഞ്ഞാർ സംഭവം ഉണ്ടാകുന്നത്, പൂഞ്ഞാറിലെ ദേവാലയത്തിലെ സംഭവം ഉണ്ടാകുന്നത്. ആ വിഷയം എന്തു ആയിക്കോട്ടെ, പക്ഷെ ആ വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരു മുൻ മന്ത്രിയുണ്ട്. കിഫ്ബി ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളോ എന്തൊക്കെയോ ആയിക്കോട്ടെ, അത് കേരള സമൂഹത്തിന് സമ്മാനിച്ച മുൻ മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹം ഈ ഇലക്ഷനിൽ 3ാം സ്ഥാനത്താണ് എന്നതും ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻഫറൻസ് ആണ്. അദ്ദേഹത്തിന്റെ അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരെ പ്രീതിപ്പെടുത്താനായിരുന്നു ചോദ്യം 1. 2, അദ്ദേഹം അതിനുശേഷം വലിയൊരു മീറ്റിംഗ് നടത്തി. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ തന്നെ ആ പൂഞ്ഞാർ, ഈ പറയുന്ന പത്തനംതിട്ട ഉൾപ്പെടുന്ന പൂഞ്ഞാർ മണ്ഡലത്തിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ മീറ്റിംഗ് വെച്ചാൽ വിജയിച്ചേനെ. അന്ന് ആ നിലയിലുള്ള ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി അവരുടെ മീറ്റിംഗിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട് ഈ കേസുകളൊക്കെ പിൻവലിക്കാൻ, ഇലക്ഷനെ കാണിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ ആ മീറ്റിംഗിൽ ഇദ്ദേഹം പോയി ഉറപ്പ് കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടതുമാണ്. അത്തരത്തിലുള്ള ചില പാഠങ്ങൾ കൂടി അത് ഡോക്ടർ തോമസ് ഐസക് ഈ ഇലക്ഷനിൽ എത്ര സീറ്റിലേക്കാണ് വന്നതെന്ന് നമ്മൾ കണ്ടു. അവിടെ ആന്റണി 66,000 വോട്ടിന് ആന്റണി ജയിക്കുന്നു എന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്ത് വായിക്കാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും നിതിൻ പറഞ്ഞ വിഷയം തന്നെയാണ്. ഈ ക്രൈസ്തവരെ പ്രതിസന്ധിയിലാക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തി കളയുന്ന ചില നിലപാടുകളും സ്റ്റേറ്റ്മെന്റുകളും ആരൊക്കെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടോ അവരിൽ നിന്നൊക്കെ അവരോടൊക്കെ ക്രൈസ്തവരിലെ സമുദായ കൂറുള്ളവർ അല്ലെങ്കിൽ സമുദായത്തെ സ്നേഹിക്കുന്നവർ കൃത്യമായി വോട്ടില് പ്രതികരിച്ചിട്ടുണ്ട്. തോമസ് ഐസക്കിന് അതില് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ അന്ന് എടുക്കാമായിരുന്നു തീർച്ചയായും. പക്ഷെ നേരത്തെ പറഞ്ഞ ഒരു ജനാധിപത്യ, ഒരു ജനപ്രതിനിധി അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതെ, തീർച്ചയായും. അത് ഏകപക്ഷീയമായി എടുക്കുകയും ക്രൈസ്തവ സമൂഹത്തിന് എന്തോ കള്ളത്തരങ്ങൾ പോലെ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുകയും പള്ളിമണി അടിച്ചതിനെ കുറിച്ചൊക്കെ അദ്ദേഹം ചെയ്യുന്ന ചില കമന്റുകളുണ്ട്. അതൊരു കലാബാഹ്വാനം എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കി അദ്ദേഹം അന്ന് വിളിച്ചത്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പിണറായി വിജയനെ അതിനൊന്ന് ലഘൂകരിക്കേണ്ടി വന്നു. അതാണ് പിണറായി വിജയൻ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും അവർക്ക് ആ ചോദ്യങ്ങൾ ആ ഒരു സമ്മേളനത്തിൽ ചോദിക്കുകയൊക്കെ ചെയ്തത്. മറ്റൊരു വശത്ത് എന്നുള്ള ഒരു പ്രസ്താവന പോലും മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് കാര്യങ്ങളും പ്രതിഷേധങ്ങളും വന്നതിന്റെ ബേസിലാണ്. അപ്പം ഇത് കേരളത്തില് ഇപ്പോൾ സോഷ്യൽ മീഡിയ, കേരളത്തിലല്ല ലോകത്തിൽ ഒന്നാകെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അന്തപുരങ്ങളിലിരിക്കുന്ന സ്ത്രീകൾക്ക് പോലും ഇപ്പോഴത്തെ പൾസുകൾ കൃത്യമായിട്ട് അറിയാം. എന്താണ് സമൂഹത്തിൽ നടക്കുന്നത്, എന്താണ് രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടുകൾ, എന്താണ് അവർ പുറമെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കുടുംബ കൂട്ടായ്മ, വാർഡ് കൂട്ടായ്മകളിലൊക്കെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. ഫാമിലി മീറ്റിങ്ങുകളിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച നടക്കും. നമ്മൾ വിചാരിക്കുന്നത് മേൽത്തട്ടിലുള്ള ആളുകൾ മാത്രമാണ് ഇത്തരം വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നത്. ഒന്നുമല്ല.
സാധാരണ ഏതെങ്കിലും നമ്മളെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾ പോലും ഇത്തരം വിഷയങ്ങൾ, നമ്മുടെ സ്കോളർഷിപ്പ് വിഷയങ്ങളെ പറ്റിയിട്ടും EWS വിഷയങ്ങളെ പറ്റിയിട്ടും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും അവർ പോലും ശ്രദ്ധിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പോൾ അത് ചില കാര്യങ്ങളിൽ വോട്ടിലേക്ക് മാറ്റം വരും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അടുത്ത ഇനി രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെയാണ് ക്രൈസ്തവ വിഭാഗത്തെ കൂടി ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോഴും ക്രൈസ്തവർ പിന്നാക്കം അല്ല ജനസംഖ്യാപരമായിട്ട്, ഭാവിയിലാണ്. പക്ഷെ ഇപ്പോൾ സെക്കൻഡ് മെജോറിറ്റി ഉണ്ട്. തെക്കൻ ജില്ലകളിൽ 7 ജില്ലകളിൽ നമ്മൾ ഇപ്പോഴും സെക്കൻഡ് മെജോറിറ്റിയാണ്. അപ്പോൾ നമ്മളെ പാടെ അവഗണിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ കക്ഷികൾ പോകുമ്പോൾ എല്ലായ്പ്പോഴും അത് ഗുണകരമാവില്ല. അതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ നേരത്തെ പാലസ്തീൻ ഐക്യദാർഢ്യവും അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ മാത്രം പിന്തുണച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കക്ഷികളുടെ മുന്നണികളുടെ നിലപാടുകളൊക്കെ വരുമ്പോൾ ഹിന്ദുക്കളും ന്യൂട്രലായിട്ടുള്ള ഹൈന്ദവ വോട്ടുകളും ഒക്കെ മാറി ചിന്തിക്കുന്ന തലത്തിലേക്ക് അവരെ പ്രേരിപ്പിക്കുകയാണ്. അപ്പം അത്തരം നിലപാടുകളിൽ നിന്ന് രാഷ്ട്രീയ കക്ഷികളുടെ മാറ്റം. തോമസ് ഐസക്കിന്റെ നിലപാട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉള്ള ഒരു സൂചനയാണ്, മെസ്സേജാണത്. കാരണം ക്രൈസ്തവര് വേണമെന്ന് വെച്ചാൽ പ്രതികരിക്കും എന്നുള്ളത്, വോട്ട് കൊണ്ടും പ്രതികരിക്കാൻ പറ്റുമെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും. വളരെ നിശബ്ദമായിട്ട് തന്നെ പ്രതികരിച്ചില്ലേ, മനോഹരമായിട്ട്. ഇത് ഇടതുപക്ഷമാണേലും കോൺഗ്രസ് ആണേലും BJP ആണേലും. ഇപ്പൊ BJPക്ക് തിരുവനന്തപുരത്ത് ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ആ വിഴിഞ്ഞവും മറ്റു ഇഷ്യൂസ് എല്ലാം കൂടി ഇട്ട് നശിപ്പിച്ചത് കൊണ്ടാണ്. തീർച്ചയായും അത് ലാറ്റിൻ സഭയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമൂഹത്തെ ഏതൊക്കെ അർത്ഥത്തിലാണ് ആ സമൂഹത്തെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുക. ലാലി പോർട്സിന്റെ കാര്യം നമുക്കറിയാം, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള മുതലപ്പൊഴി നമുക്കറിയാം. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ. മാത്രമല്ല, അവരുടെ നേതാക്കന്മാരുടെ വായിൽ നിന്ന് ചില കമന്റുകൾ വീണു. അതായത് ഇവാഞ്ചലിക്കൽ സുവിശേഷം പ്രഘോഷിക്കുന്ന സഭ അവരാണെന്നും അവരെ ഇല്ലായ്മ ചെയ്താലേ ഇന്ത്യയിൽ സുവിശേഷം ഇറക്കണം ഇല്ലാതെ പോകുമെന്ന് പോലും ചില നേതാക്കന്മാരുടെ വായിൽ നിന്ന് കമന്റുകൾ വീണു. അത്തരത്തിലുള്ള കമന്റുകളൊക്കെ അവരെ ചെറിയ രീതിയിലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അത് BJPക്ക് സൂചനയാണ്, CPM-നും സൂചനയാണ്. മാത്രമല്ല CPM-ന്റെ നേതാവ് അഹമ്മദ് ദേവർകോവിലിന്റെ സ്റ്റേറ്റ്മെന്റ്, പിതാവ് അഭിമന്യ പിതാവിന്റെ കേസെടുത്ത പാർട്ടിയാണ് ഈ കേരളം ഭരിക്കുന്ന ആളുകൾ. അവർക്കെതിരെ കേസെടുക്കുകയും പിതാവിനെ അതിനകത്ത് പ്രതി ചേർക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അവസാന നിമിഷം പിണറായി വിജയന് പോലും അല്ലെങ്കിൽ സർക്കാരിന് പോലും കേസുകൾ പിൻവലിക്കേണ്ടി വന്നു. കാരണം അവരുടെ ഒറ്റ പ്രസ്താവന, KRLCC ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ 100 കേസ് പിൻവലിച്ചു. അപ്പോ ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒരു ബലം എന്താണെന്നറിയോ? ഏകദേശം കേരളത്തിൽ ഒരു പകുതിയിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ, അസംബ്ലി മണ്ഡലങ്ങളിൽ തീരദേശവും മലയോരവും ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പോഴും അവരൊരു ഡിസൈഡിങ് ഫാക്ടർ തന്നെയാണ്. ആ ക്രൈസ്തവ സമൂഹം ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ തൃശ്ശൂര് ഒരു പരിധി വരെ എന്തായാലും ക്രൈസ്തവ വോട്ട് കിട്ടിയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് എന്നുള്ള 100% ഉറപ്പാണ്. പത്തനംതിട്ടയുടെയും ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലങ്ങളുടെ ഒക്കെ കാര്യം എടുത്താലും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു ഒഴുക്കുണ്ട്. ആ രീതിയിൽ ജനങ്ങളുടെ മനസ്സിൽ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഭരണപക്ഷമാണേലും പ്രതിപക്ഷമാണേലും UDF ആണ് LDF ആണേലും അതോടൊപ്പം NDA ആണേലും ക്രൈസ്തവ പക്ഷത്തെ കൂടെ ചേർത്ത് നിർത്താൻ തങ്ങളാൽ ആവുന്ന വിധം ശ്രമിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ആ മുന്നണികളെ ബാധിക്കും. തീർച്ചയായും. അതായത് ഈ ഇലക്ഷന്റെ റിസൾട്ടിനെ കൂടുതലായി ഇൻസൈറ്റ്സ് രാഷ്ട്രീയ പാർട്ടികൾ എടുക്കേണ്ടത് ഈ ഇലക്ഷൻ എന്നതിനപ്പുറത്ത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അല്ലെ, നമുക്ക് ഇനി വരാൻ പോകുന്ന നിയമസഭ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഇലക്ഷനിലൊക്കെ തീർച്ചയായും ഈ ഒരു ഷിഫ്റ്റ്, ഇപ്പൊ BJPയെ കുറിച്ച് പറയുമ്പോൾ അവര് തൃശ്ശൂരിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ 27% അല്ലെ, നമ്മുടെ ശതമാനം ഹിന്ദു വോട്ടുകളുടെ കോർ ഹിന്ദു വോട്ടുകൾക്കൊപ്പം ഈ 25-27% ക്രിസ്ത്യൻ വോട്ടുകളും പ്രധാനപ്പെട്ടത്. ആ നിലയിൽ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടത് കൊണ്ടാണ് 75,000 വോട്ടിന് അദ്ദേഹം ജയിച്ചത്. ഈ നിലയിൽ എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് ഇത്രയും കാലം കോൺഗ്രസിന്റെയും LDF-ന്റെയും ഒക്കെ ഉരുക്കുകോട്ടകളിൽ പോലും വിള്ളൽ ഉണ്ടാവുകയും അവിടെയൊക്കെ വലിയ ചേഞ്ച് നിയമസഭ ഇലക്ഷനിൽ ഉണ്ടാകുകയും അടുത്ത ആരാണ് കേരളം ഭരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഗതി പോലും മാറ്റാൻ ആ നിലയിലുള്ള ചിന്തയ്ക്ക് സാധിക്കും. തീർച്ചയായിട്ടും. അതായത് UDF-ഉം LDF-ഉം നിലപാടുകളിൽ മാറ്റമില്ലാതെ ഈ രീതി പോകുന്ന തുടർന്നാൽ തീർച്ചയായിട്ടും സംഭവിക്കാം. പക്ഷെ BJPക്കുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നരേന്ദ്രമോദി ഈ അവസാന കാലഘട്ടങ്ങളിൽ നടത്തിയ പോലത്തെ വിഡ്ഢിത്തപരമായ ചില പ്രസ്താവനകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അവരെയും ദോഷകരമായിട്ട് തീർച്ചയായും ബാധിക്കും. അതാണ് ഈ ഇലക്ഷന് കണ്ടത്. നമ്മൾ വർഗീയതയുടെ ശബ്ദം നമ്മൾ കണ്ടു വരുമ്പോൾ ചിലപ്പോൾ ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ചിലപ്പോൾ ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ച് ചരിത്രം സൃഷ്ടിച്ചെന്ന് വരും. ചിലപ്പം സർക്കാരിനെ പോലും
നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇല്ല, കൊണ്ടുവരും. നേരത്തെ നിതിൻ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം തൃശ്ശൂര് ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. സത്യത്തില് സഭ ഒരിക്കലും അതിനു വേണ്ടിയിട്ട് ഒരു വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറയുന്ന മാത്രമല്ല ഈ ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇലക്ഷനിൽ എനിക്കൊരു സംശയമുള്ളത്, ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ മണിപ്പൂർ എന്ന വാക്ക് നമ്മൾ കേട്ടത് തൃശ്ശൂരിലാണ്. മണിപ്പൂരിൽ നമുക്കറിയാം ഇന്റർനാഷണൽ കോൺഗ്രസ് INDA അവിടെ ഇടത്തും അവർ പിടിച്ചു. അങ്ങ് മണിപ്പൂരിൽ പോയി ഈ വിഷയങ്ങളൊക്കെ നേരിട്ട് കണ്ടുള്ള ഒരാളാണല്ലോ. മണിപ്പൂർ എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ ഇത്രയും അധികം മണിപ്പൂർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറി തൃശ്ശൂരിൽ പ്രത്യേകിച്ച് മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ മണിപ്പൂരൊന്നും സുരേഷ് ഗോപിക്ക് ഒരു ഫാക്ടറായി വന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഒരു പക്ഷേ. തീർച്ചയായിട്ടും മണിപ്പൂരൊക്കെ ഒരു ഫാക്ടറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിനും അപ്പുറത്ത് ജനങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ചില ഫാക്ടർ ഉണ്ട്. അവരെ ഡയറക്ട്ലി ടച്ച് ചെയ്യുന്ന വിഷയങ്ങൾ, അവരുടെ ലൈഫിനെ ടച്ച് ചെയ്യുന്ന വിഷയങ്ങൾ ഫാക്ടർ ഉണ്ട്. തൃശ്ശൂരിന്റെ അഭിമാനമായ തൃശ്ശൂർ പുത്തൻപള്ളിയുടെ മേലെ അവർ അവകാശവാദം ഉന്നയിച്ചു, പാലൂർ പള്ളിയുടെ മേലെ അവകാശവാദം ഉന്നയിച്ചു. ഇങ്ങനെയുള്ള വിവാദപരമായ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ജനങ്ങൾ BJPയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസികള് ഒരു സമൂഹം BJPയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തെ ഒരു ഫാക്ടർ ഇപ്പോഴും നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ LDFനും UDFനും ഉറപ്പ് നൽകാൻ പറ്റാത്ത, ഈ വിശ്വാസ സമൂഹത്തിന് ഉറപ്പ് നൽകാൻ പറ്റാത്ത ഒരു ഫാക്ടർ അവരുടെ മക്കളുടെ കാര്യത്തില്, ഇവിടുത്തെ മൈഗ്രേഷന്റെ കാര്യത്തില്, തൊഴിലിന്റെ കാര്യത്തില്, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില്, ജീവിത സമാധാനത്തിന്റെ കാര്യത്തില്, ജീവിതം ഉണ്ടല്ലോ മറ്റു കാര്യങ്ങളും, ഈ കാര്യങ്ങളിലെല്ലാം നിൽക്കുന്ന ഒരു വികാരം ഇതിനൊക്കെ മേലെ പ്രതിഫലിച്ചു. അതാണ് ഈ ഇത് വോട്ട്. അല്ലാതെ മണിപ്പൂർ ഇവിടെ ചർച്ചയാവാത്തതല്ല. അതിൽ ഒന്നുകൂടി കൂട്ടിച്ചേർക്കട്ടെ. ഈ മണിപ്പൂര് വിഷയം മറ്റ് പാർട്ടികൾ തൃശ്ശൂരിലെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പലപ്പോഴും ഉയർത്തിക്കാട്ടിയത് മണിപ്പൂരിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് സാധാരണ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊരു കാര്യം. രണ്ടാമത് ഈ ചില മണിപ്പൂർ ഇഷ്ടമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാത്തത്? അവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യര് പ്രതിസന്ധിയിലാകുന്ന ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇഷ്ടം, ആ ഒരു അലിവ്, ആ ഒരു സ്നേഹം ഉണ്ടാകേണ്ടതല്ലേ? അവിടെ ഹമാസിന്റെ ഈ തീവ്രവാദ പ്രവർത്തനത്തെ ഇരു കൈ നീട്ടി പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കൊല്ലുന്ന സാഹചര്യത്തെ മാനോളം പുകഴ്ത്തുന്ന നേതൃത്വത്തെ നമ്മൾ കണ്ടതാണ്. ലക്ഷക്കണക്കിന് അർമേനിയൻ ക്രൈസ്തവര് ഒരു അക്ഷരം ഒരു വരി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാത്ത ആളുകളാണ്. ഇനി മറ്റൊരു കാര്യം കൂടി എനിക്ക് ഇതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു അപകടം ഇപ്പോഴും നമ്മളിപ്പോ ഈ പല വിഷയങ്ങളും നമ്മൾ ക്രൈസ്തവർ നേരിടുന്ന പല വിഷയങ്ങളും പറയുമ്പോൾ ഈ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച നടക്കുമ്പോൾ എന്തുണ്ടാവെന്ന് വെച്ചാൽ അതിൽ കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള ആളുകൾ പെട്ടെന്ന് അവര് അങ്ങോട്ട് റിയാക്ട് ചെയ്യാണ്. അവർ പറയണത് അത് നിങ്ങൾ BJPക്ക് അനുകൂലമാണ്, നിങ്ങൾ BJPയോടാണ് അനുഭാവം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സഭ കുറച്ച് അങ്ങനെയാണ്, അച്ഛന്മാർ ഇങ്ങനെയാണ്. ഇവര് വാസ്തവത്തെ മനസ്സിലാക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? അതിനെ റെക്ടിഫൈ ചെയ്യാനല്ല അവർ ശ്രമിക്കുന്നത്. നമ്മളിതിനെ വിഷയത്തെ പ്രശ്നങ്ങളെ പറയുമ്പോൾ ആ പ്രശ്നം അത് ഉള്ളതാണോ, ശരിയാണോ, അത് മനസ്സിലാക്കണം. ആ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരെ പരാജയം. ആ കാര്യത്തിൽ അദ്ദേഹം അടക്കം ആ കാര്യത്തിൽ കൃത്യവും വ്യക്തവുമായ പക്ഷപാതം കാണിച്ചു. കാരണം നർക്കോട്ടിക് ജിഹാദിനെ പറ്റിയിട്ട് പിതാവ് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് കയറി പ്രതികരിച്ച ഒരു വ്യക്തിയാണ് സതീശൻ. ഈ ഇലക്ഷനിൽ നമ്മൾ കണ്ട ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റവും ആദ്യം എത്തേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ അമ്പേ പരാജയം നമ്മൾ കണ്ടു. അത് മറ്റൊന്നുമല്ല, കേരള കോൺഗ്രസിന്റെയാണ്. കോട്ടയത്ത് നമുക്കറിയാം മുമ്പെങ്ങും വിചാരിക്കാത്ത വിധം 85,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഫ്രാൻസിസ് ജോർജ് ജയിക്കുന്ന ഘട്ടം നമ്മൾ ആലോചിക്കാൻ മനസ്സിലായി. സിറ്റിംഗ് MP ആയിട്ടുള്ള തോമസ് ചാഴിക്കാടന്റെ പരാജയം, LDFന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോട്ടയം, അതിന്റെ കൂടെ ഡബിൾ ശക്തി വരേണ്ടതാണ് കേരള കോൺഗ്രസിന്റെ അവരുണ്ടെന്ന് ഉണ്ടാകേണ്ട അവരുടെ ഒരു ഗ്രൗണ്ട് ബേസ്. ഈ രണ്ട് ബേസും എക്സാക്ട്ലി അവരുടെ തറവാട് അവരുടെ ഹൃദയഭൂമിയാണ് അല്ലേ? അവരുടെ ഹൃദയഭൂമിയിൽ അവർക്ക് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു. ഒരു പക്ഷത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയ പിന്തുണയും അല്ലെങ്കിൽ ക്രൈസ്തവ പ്രാതിനിധ്യം ഏറെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അല്ലെങ്കിൽ ഇപ്പോഴും പ്രാതിനിധ്യം ഉണ്ടെങ്കിലും അത് വാക്കിൽ മാത്രമാകുന്ന ഒരു പ്രസ്ഥാനമായി അത് മാറുന്ന ഘട്ടം പോലുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരള കോൺഗ്രസ് എന്നുള്ള പാർട്ടിയുടെ ഒരു ദൗർബല്യം അല്ലെങ്കിൽ അവരുടെ ഒരു പരാജയമായി ഈ ഇലക്ഷന്റെ റിസൾട്ട് പോലും മാറുന്നതും അങ്ങ് ആദ്യം പറഞ്ഞ കാര്യവുമായി ചേർത്ത് വായിക്കാൻ പറ്റുമോ? ഞാൻ പൂർണ്ണമായിട്ടും അങ്ങനെ ചേർത്ത് വായിക്കില്ല. കാരണം തോമസ് ചാഴികാടൻ അവിടുത്തെ ക്രൈസ്തവർക്ക് വേണ്ടി കൃത്യമായി ആളാണ്, സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ചാഴികാടൻ മുമ്പ് ജയിച്ചത് കോൺഗ്രസിനോടൊപ്പം UDFനോടൊപ്പം നിന്നിരുന്ന സമയത്താണ് ജയിച്ചത്. പിന്നീട് ഇപ്പുറത്തേക്ക് വന്നു, ആ സമയത്താണ് ഇലക്ഷൻ. പക്ഷെ മൊത്തത്തില് ഒരു LDF വിരുദ്ധത ഈ ഇലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്.
ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വരെ ക്രൈസ്തവർ അങ്ങനെ തങ്ങളുടെ ഒപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു ആരോടും പറഞ്ഞിട്ടില്ല. നീതിക്കൊപ്പം നിന്നാൽ അവരുടെ കൂടെ ക്രൈസ്തവരുണ്ടാവും. തീർച്ചയായും. അതെങ്കിലും കാണിക്കാൻ ഈ മുന്നണികൾ തയ്യാറായാൽ തീർച്ചയായും അഡ്വക്കേറ്റ് ജസ്റ്റിൻ പറഞ്ഞ ഈ വാക്യത്തിൽ തന്നെ നമുക്ക് ഈ ഡിബേറ്റ്, ഈ ഫയറും അവസാനിപ്പിക്കാൻ പറ്റും. നീതിക്കൊപ്പം നിൽക്കാനുള്ള വിളിയാണ് 2024 ലോക്സഭാ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ പരമ്പരാഗതമായിട്ടുള്ള വോട്ട് ബെൽറ്റിൽ നിന്നെല്ലാം വലിയ ഷിഫ്റ്റ് വരുന്നു. മുമ്പെങ്ങും ചിന്തിക്കാത്ത ചിഹ്നത്തിലേക്കൊക്കെ ക്രൈസ്തവ സമൂഹത്തിന് ധാരാളം വോട്ടുകൾ ഒഴുകിയ ഒരു കാലഘട്ടം കൂടിയായി, തെരഞ്ഞെടുപ്പ് കൂടിയായി 2024 തെരഞ്ഞെടുപ്പിൽ അടയാളപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മനസ്സിലാക്കുകയും അതിൽ ഇടപെടുകയും ചെയ്യാനുള്ള മാന്യത, ആ ഒരു നീതി, ജസ്റ്റിൻ പറഞ്ഞതുപോലെ ആ നീതിയിലേക്കുള്ള നീതി നിർവഹണത്തിലേക്കുള്ള വിളിയാണ്. ആ വിളി കേട്ടിട്ടില്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലുള്ള നിയമസഭാ ഇലക്ഷനുകളിൽ വരുന്നു, പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, ഇവിടെയെല്ലാം മുമ്പെങ്ങും കാണാത്ത വിധം ഇതിലും അപകടകരമായ രീതിയിലുള്ള വോട്ടിംഗ് ശതമാന കണക്കുകളും വോട്ടിംഗ് പാറ്റേണുകളും ഒക്കെ പ്രമുഖ മുന്നണികൾക്ക്, മുഖ്യധാര മുന്നണികൾ കാണേണ്ടി വരും എന്ന ജാഗ്രതയോടുകൂടി ദ ഫയർ ഒന്നുകൂടി അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.